നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ട്രെയിനുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കനത്ത തിരിച്ചടിയുമായി ഇന്ത്യൻ റെയിൽവേ. അനധികൃത യാത്രകൾ തടയുന്നതിനും ട്രെയിൻ സർവീസുകൾ സുഗമമായി നടത്തുന്നതിനുമായി ടിക്കറ്റില്ലാ യാത്രക്കാർക്കുള്ള കുറഞ്ഞ പിഴത്തുക റെയിൽവേ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റില്ലാ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് സമീപകാലത്ത് റെയിൽവേ നേരിടുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം സെൻട്രൽ റെയിൽവേ സോൺ 4.96 ലക്ഷം ടിക്കറ്റില്ലാ യാത്രക്കാരിൽ നിന്നായി 40.85 കോടി രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ കടുപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയായി ഉയർത്തി. 1989 റെയിൽവേ ആക്ട് 137, 138 വകുപ്പുകൾ പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ പിഴത്തുകയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ 250 രൂപയായിരുന്ന കുറഞ്ഞ പിഴ ഇനി മുതൽ 500 രൂപയായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. റെയിൽവേ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ ടിക്കറ്റുകൾ കൈവശം വെച്ച് മാത്രം യാത്ര ചെയ്യണമെന്ന് യാത്രക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചു. പുതിയ നിയമ ഭേദഗതി പ്രകാരം ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയോ റെയിൽവേയെ വഞ്ചിക്കുകയെന്ന ലക്ഷ്യത്തോടെ പഴയ ടിക്കറ്റുകളോ പാസുകളോ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ടിക്കറ്റില്ലാതെ പിടിക്കപ്പെടുന്ന യാത്രക്കാരൻ യാത്ര ചെയ്ത ദൂരത്തിന്റെ യഥാർത്ഥ യാത്രാക്കൂലിക്ക് പുറമെ അതിന് തുല്യമായ തുക അധിക ചാർജായും നൽകണം. ഈ അധിക ചാർജ് കുറഞ്ഞത് 500 രൂപയായിരിക്കും. യാത്രക്കാരൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറിയതെന്ന് വ്യക്തമായില്ലെങ്കിൽ ട്രെയിൻ പുറപ്പെട്ട ആദ്യ സ്റ്റേഷൻ മുതലോ അല്ലെങ്കിൽ ഒടുവിൽ ടിക്കറ്റ് പരിശോധന നടന്ന സ്റ്റേഷൻ മുതലോ ഉള്ള ചാർജ് ഈടാക്കും. റെയിൽവേ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പിഴയും യാത്രാക്കൂലിയും അടയ്ക്കാൻ യാത്രക്കാരൻ വിസമ്മതിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ റെയിൽവേ അധികൃതർക്ക് കോടതിയെ സമീപിക്കാം. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോഗ്യ അവകാശവാദങ്ങൾ, ബ്രാൻഡ് പേരുകൾ, പാക്കേജിലെ വിവരങ്ങൾ എന്നിവ നൽകിയതിന് കിൻഡർ ജോയ്, സഫോല ഓയിൽ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നോട്ടീസ്. തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതിന് തടയുന്നതിന്റെ ഭാഗമായാണിത്. ഫെറേറോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന കിൻഡർ ജോയ് കോട്ടഡ് വേഫർ ബിസ്ക്കറ്റിൽ കവറിന് പുറത്ത് മിൽക്ക് സോളിഡുകളാൽ സമ്പന്നം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഉൽപ്പന്നത്തിന്റെ ഘടകങ്ങളിൽ അവകാശപ്പെടുന്നത് പോലെ മിൽക്ക് സോളിഡുകൾ ഇല്ല എന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി ചൂണ്ടിക്കാട്ടുന്നു. മാരിക്കോ ലിമിറ്റഡിന്റെ സഫോല ടോട്ടൽ ഹാർട്ട് പ്രോ മൾട്ടി സോഴ്സ് കുക്കിംഗ് ഓയിലിലും നോട്ടീസുണ്ട്. ഹാർട്ട് പ്രോ എന്ന അവകാശവാദവും കവറിന് പുറത്തെ ചിത്രവും ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന തെറ്റിദ്ധാരണ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി പറയുന്നു. ഗുഡ് ഫാറ്റ് ബാലൻസ് എന്ന് കവറിന് പുറത്ത് എഴുതിയത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കുന്നു. മെഡിസൺ ലാബ്സ് വിപണിയിലെത്തിക്കുന്ന അസ് ഇറ്റ് ഈസ് ആറ്റം PWR വേ പ്രോട്ടീനും നോട്ടീസ് നൽകി. പാക്കേജിന് പുറത്തെ ശുദ്ധവും ആരോഗ്യകരവും 100% ആധികാരികം എന്നീ അവകാശവാദങ്ങൾ നിലവിലെ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമല്ല. ഇത്തരത്തിൽ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഭക്ഷ്യയോഗ്യമാണ് എന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെയാണ് നൽകുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദവിവരങ്ങൾ www.janakshemamedia.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ജൂലൈ മാസത്തിൽ ലഭ്യമാവുക. 25-ാം തീയതിക്ക് ശേഷം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കായിട്ടുള്ള മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ ഗുണഭോക്താക്കളും തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്ക് കൂട്ടേണ്ടതില്ല. സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയപരിധിയുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.